കിഴക്കുംകര മണലിൽ മെട്രോ വായനശാല ആൻഡ് ഗ്രന്ഥാലയം വായനാപക്ഷാചരണത്തിന്റെ ഉദ്ഘാടനവും ഗ്രന്ഥശാലയുടെ സ്ഥാപക അംഗം പി.എൻ. പണിക്കർ അനുസ്മരണവും നടന്നു. കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ CM വിനയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കലാ-സാംസ്കാരിക മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന കിഴക്കുംകര മണലിൽ മെട്രോ വായനശാല ആൻഡ് ഗ്രന്ഥാലയം വായനാ പക്ഷാചരണത്തിന്റെ ഉദ്ഘാടനവും ഗ്രന്ഥശാലയുടെ സ്ഥാപക അംഗം പി.എൻ. പണിക്കർ അനുസ്മരണവും സംഘടിപ്പിച്ചു. കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ CM വിനയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും വിപുലമായ ഒരു പുസ്തകം 1945 ഇത് ആരംഭിക്കുമ്പോൾ പി.എൻ. പണിക്കരെ പോലുള്ള ആളുകൾ ഇതിന്റെ രൂപീകരണ യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ ആകെ 47 ഗ്രന്ഥശാലകൾ ഒരുമിച്ചിരുന്ന ഒരു യോഗത്തിലാണ് അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം രൂപപ്പെടുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് കേരളത്തിന്റെ ചരിത്രത്തിലുടനീളം വളരെ സവിശേഷമായി ഇടപെട്ടുകൊണ്ട് കേരളത്തിന്റെ മണ്ണിനെയും മനസ്സിനെയും ഉഴുതുമറിച്ച സാംസ്കാരികമായി, സാമൂഹികമായി, ജനാധിപത്യപരമായി, മതനിരപേക്ഷമായി പാകപ്പെടുത്തി എടുക്കാൻ വലിയ പരിശ്രമങ്ങൾ നടത്തിയ ഒരു പ്രസ്ഥാനം എന്ന നിലയിലാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ലൈബ്രറി പ്രസ്ഥാനം സവിശേഷമായി മാറുന്നത്. കേരളത്തിന്റെ സാംസ്കാരിക വളർച്ചയ്ക്ക് ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ സവിശേഷമാണെന്നും അതിന് നാട്ടിലെ കുട്ടികളെയും മുതിർന്നവരെയും കൂട്ടിയോജിപ്പിച്ച് മെട്രോ വായനശാല നടത്തുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും അദ്ദേഹം പറഞ്ഞു. വായനശാല പ്രസിഡന്റ് K. രാഗേഷ് അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരിയും വായനശാല എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായ ഡോക്ടർ പൂമണി പുതിയരക്കൽ ആമുഖ ഭാഷണം നടത്തി. വായനശാല സെക്രട്ടറി M. ചന്ദ്രൻ, മെട്രോ ക്ലബ് സെക്രട്ടറി K. രാകേഷ്, ബാലവേദി കൺവീനർ M. നിഷ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.